മേഘപ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. പ്രവാചകൻ്റെ വാക്കുകളാണ് വീഴ്ച താഴ്ചകൾ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ അതിൻ്റെ നടുവിലും എന്നേക്കും വീണ് കിടക്കുകയല്ല, അവിടെ നിന്ന് എഴുന്നേൽക്കും. കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് പ്രവാചകൻ നിൽക്കുമ്പോൾ ശക്തമായ വെല്ലുവിളികളുണ്ട്, എതിർപ്പുകളുണ്ട്. എൻ്റെ നടുവിൽ വീഴ്ചകൾ കടന്നു വരാം. എന്നാൽ പ്രവാചകൻ പറയുന്നു, വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഒരു ദൈവപൈതല് ജീവിതത്തിൽ കുറവുള്ളവനായി, കുറ്റമുള്ളവനായി വീണ് കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവനെ ആ തെറ്റിൽ നിന്ന്, കുറവിൽ നിന്ന് താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ദൈവസാന്നിധ്യം അവനോട് കൂടെയുണ്ട്. വീണ്ടും അതിൽ വീണു പോകാതെ അവനെ ബലത്തോടെ നിർത്തുന്ന, അവൻ സേവിക്കുന്ന ദൈവം അവനോട് കൂടെയുണ്ട്. പ്രവാചകനോട് കൂടെ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, വീഴ്ച വരികയില്ല എന്ന് പറയുന്നില്ല. എന്നാൽ വീണാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ദൈവസാന്നിധ്യം തന്നോട് കൂടെയുണ്ട്. ഇന്നേ ദിവസം കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിൻ്റെ കരത്താൽ ബലത്തോടെ നിൽപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.